ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ലേൺ ടിപ്സ് മലയാളം ചാനൽ. ഇംഗ്ലീഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കാൻ പോകുന്നത് ദ ടെയിൽ ഓഫ് മെലോൺ സിറ്റി എന്ന് പറയുന്ന ഒരു പോയമാണ്. അത് എഴുതിയത് വിക്രം സേത്താണ്. ഈ പോയത്തിൻ്റെ ടൈറ്റിൽ തന്നെ വളരെയധികം രസമുള്ളതാണ്. ദ ടെയിൽ ഓഫ് മെലൺ സിറ്റി എന്ന് പറഞ്ഞാൽ തണ്ണിമത്തൻ നഗരത്തിൻ്റെ കഥ എന്നാണ്. പോയത്തിലേക്ക് പോകുന്നതിന് മുമ്പായി നമുക്ക് പോയറ്റിനെ പറ്റി ഒന്ന് ചെറുതായിട്ട് അറിയാം. അദ്ദേഹം ജനിച്ചത് 20 ജൂൺ 1952 അദ്ദേഹം ഒരു ഇന്ത്യൻ നോവലിസ്റ്റും പോയറ്റുമായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പത്മശ്രീ അവാർഡ് മുതലായവ കുറേ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ പോയം വളരെ രസമുള്ള രീതിയിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മോറലും തരുന്നുണ്ട്. സോ നമുക്ക് വേഗം പോയത്തിലേക്ക് പോകാം. ദ ടെയിൽ ഓഫ് മെലോൺ സിറ്റി. ദ ഫോളോയിങ് പോയം ഈസ് ടേക്കൺ ഫ്രം മാപ്പിംഗ്സ് വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1981 and is included in the collected poems by Vikram Seth. The king in this poem is just and placid. Does he carry his notion of justice a bit too far? സോ ഇവിടെ പറയുന്നത് ഈ പോയം എങ്ങനെ എടുത്തിരിക്കുന്നതെന്നാണ്. മാപ്പിംഗ്സ് എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന 1981 പബ്ലിഷ് ചെയ്ത മാപ്പിംഗ്സ് എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്നാണ് ഈ പോയം എടുത്തിരിക്കുന്നത്. ഇതിലെ ഈ പോയത്തിൽ പറയുന്ന രാജാവിനെ പറ്റിയാണ് പിന്നീട് പറയുന്നത്. ജസ്റ്റ് ആൻഡ് പ്ലാസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അദ്ദേഹം ജസ്റ്റിസ് ആയിട്ട് മോറലി എപ്പോഴും റൈറ്റ് ആയിട്ടുള്ളൊരു ആളായിരുന്നു. പ്ലാസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിരുന്ന ഒരാളായിരുന്നു എന്നാണ് പറയുന്നത്. ഇൻ ദ സിറ്റി ഓഫ് വിച്ച് ഐ സിംഗ് ദർ വാസ് എ ജസ്റ്റ് ആൻഡ് പ്ലാസിഡ് കിങ്. The king proclaimed an ark should be constructed that triumphantly would span the major thoroughfare to edify spectators there. അപ്പം നമ്മുടെ പോയറ്റ് പറയുന്ന ഈ സിറ്റി റൂൾ ചെയ്തിരുന്ന ഒരു കിങ്ങിനെ പറ്റിയാണ് ആദ്യം പറയുന്നത്. അദ്ദേഹം ജസ്റ്റ് ആൻഡ് പ്ലാസിഡ് ആയിരുന്നു. അതായത് അദ്ദേഹം വളരെ മോറലായിട്ടും വളരെ ശാന്തനുമായ ഒരു രാജാവായിരുന്നു. അദ്ദേഹം ഒരു ദിവസം ഓർഡർ ചെയ്യുകയാണ് ഒരു ആർക്ക് പണിയുവാൻ വേണ്ടിയിട്ട്. ടൗണിൻ്റെ മെയിൻ റോഡിൽ തന്നെ ഒരു ആർക്ക് പണിയാൻ വേണ്ടി ഓർഡർ ചെയ്യാണ്. ആർക്ക് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കർവുള്ള ഒരു സിമെട്രിക്കൽ ഒരു സ്ട്രക്ചറാണ്. നമ്മൾ ഈ ബ്രിഡ്ജിൻ്റെ മേളിലൊക്കെ ഒരു വെയിറ്റ് പോലെ അല്ലെങ്കിൽ ഒരു റൂഫ് അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് വെക്കുമല്ലോ, അതിനാണ് ഈ ആർക്ക് എന്ന് പറയുന്നത്. അത് പണിയുവാൻ അദ്ദേഹം ഓർഡർ ഇട്ടു. അദ്ദേഹം അത് പണിയണം എന്ന് പറയാൻ കാരണം, ഇത് ഈ ഒരു ആർക്ക് പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ള ആൾക്ക് അകത്തേക്ക് അല്ലെങ്കിൽ കേൾക്കുവാനും നല്ലൊരു ലുക്ക് കിട്ടും. രാജാവിന് അവിടെ നിൽക്കുമ്പോഴും പുറത്തേക്ക് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ കഴിയുമെന്നുള്ളൊരു ധാരണയിലാണ് ആർക്ക് പണിയുവാൻ ഓർഡർ ചെയ്യുന്നത്. ദ വർക്ക് മെൻ വെൻറ്റ് ആൻഡ് ബിൽഡ് ദ thing. They did so since he was the king. The king rode down the thoroughfare to edify spectators there. Under the ark he lost his crown. The ark was built too low. A frown appeared upon his placid face. The king said, "This is a disgrace. The chief of builders will be hanged." The rope and gallows were arranged. രാജാവ് പറഞ്ഞതുകൊണ്ട് തന്നെ ഓർഡർ ഇട്ടപ്പോൾ തന്നെ ആൾക്കാർ പണിയുവാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഇനോഗ്രേഷൻ എന്ന രീതിയിൽ അദ്ദേഹം thoroughfare എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മെയിൻ റോഡ് ഇൻ എ ടൗൺ എന്നാണ് അതിൻ്റെ മീനിങ്. അങ്ങനെ അതുവഴി നടന്നു. അപ്പോൾ ഈ ആർക്ക് എത്തിയപ്പോഴത്തേനും ഈ രാജാവിൻ്റെ തല അവിടെ മുട്ടി, അദ്ദേഹത്തിൻ്റെ ക്രൗൺ താഴെ വീണു. അത് സംഭവിക്കാൻ കാരണം ഈ ആർക്ക് വളരെ ലോ ആയിട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഈ കാമായിട്ടുള്ള ഈ രാജാവിന് വേഗം എന്തോ ഒരു ഡിസ്പ്ലഷർ പോലെ തോന്നി. അദ്ദേഹത്തിന് ഒരു ദേഷ്യം പോലെ, അല്ലെ ഇത് പണിതതിനൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ആ ഒരു പ്ലാസിഡ് അല്ലെ കാമായിട്ടുള്ള ശാന്തനായിട്ടുള്ള ഈ രാജാവിന് ചെറിയൊരു ദേഷ്യം പോലൊക്കെ ഉള്ളിൽ വന്നു. അപ്പോൾ തന്നെ ആ രാജാവ് വിചാരിക്കുകയും ചെയ്തു, ഇതൊരു മര്യാദക്കേടാണ്, ഇത് പണിത ആൾക്കാരെ എല്ലാം കെട്ടിത്തൂക്കണം എന്നുള്ളൊരു ഓർഡർ ഇട്ടു. അങ്ങനെ കിങ് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ചരടും ഗാലോസ് എന്ന് വെച്ചാൽ
നമ്മൾ ഈ ക്രിമിനൽസിനെയൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ഒരു ക്രോസ് പീസ് ഉണ്ടല്ലോ, ഒരു സ്ട്രക്ചർ, അതും ചരടും എല്ലാം അവിടെ ഉള്ളവർ റെഡിയാക്കി വെച്ചു. The chief of builders was led out. He passed the king. He gave a shout, "O king, it was the workman's fault." "Oh," said the king, and called a halt to the proceedings. Being just, he said, "I must have all the workmen hanged instead." The workmen looked surprised and said, "O king, you do not realize the bricks were made of the wrong size." അങ്ങനെ കെട്ടിത്തൂക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും ആയി കഴിഞ്ഞപ്പോൾ ഈ ചീഫ് ബിൽഡേഴ്സ് അവർ പറഞ്ഞു, ഇത് ഇങ്ങനെ ആകുവാൻ വേണ്ടിയിട്ടുള്ള കുഴപ്പം ഞങ്ങളുടേതല്ല, ഇത് പണിതവരുടെ കുഴപ്പമാണ് എന്ന് പറഞ്ഞിട്ട് അവർ വളരെ ഷൗട്ട് ചെയ്തും ഒക്കെ ഈ ചീഫ് ബിൽഡേഴ്സ് പറഞ്ഞു. കിങ് ഉടനെ തന്നെ ആ ഒരു ഇത് ഹോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യുക. അത് സ്റ്റോപ്പ് ചെയ്തിട്ട് വർക്ക്മെന്നെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഡേഴ്സ് കൊടുത്തു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാതെ വർക്ക്മെൻ എല്ലാം പേടിച്ചു പോയി. അപ്പോൾ ഈ വർക്ക്മെനുകളെല്ലാം പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് ഈ ബ്രിക്കുകൾ ഒന്നും റൈറ്റ് സൈസിലല്ലായിരുന്നു, അത് ബ്രിക്ക് പണിത ആളുടെ കുഴപ്പമാണ്, അവരുടെ ഫോൾട്ടാണ് എന്നാണ് ഈ വർക്ക്മെൻ പറയുന്നത്. "Summon the masons," said the king. The masons stood there querying. "It was the architect," they said. The architect was summoned. അങ്ങനെ ബ്രിക്കിൻ്റെ കുഴപ്പമാണ്, ബ്രിക്ക് കറക്റ്റ് സൈസിലല്ല എന്നറിഞ്ഞപ്പോൾ തന്നെ രാജാവ് ഉടനെ തന്നെ സമൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കൊണ്ടുവരാൻ വേണ്ടി ഒരാൾക്ക് ഓർഡർ കൊടുക്കുക. അങ്ങനെ കിങ് ഈ മേസ്ത്രിമാരെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി ഓർഡർ കൊടുത്തു. ഈ മേസ്ത്രിമാർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവർക്കാകെ പേടിയൊക്കെ ആയിട്ട് കിങ്ങിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവർ പറയുന്നത് ഇത് ഞങ്ങളുടെ കുഴപ്പമല്ല, ആർക്കിടെക്റ്റിൻ്റെ കുഴപ്പമാണ്, പ്ലാൻ വരച്ച ആളുടെ കുഴപ്പമാണ്, ഈ ബിൽഡിംഗ് ഒക്കെ ഡിസൈൻ തന്നെ നമുക്കറിയാമല്ലോ ആർക്കിടെക്റ്റ് ആരാന്ന്, അപ്പം ആ ആളുടെ കുഴപ്പമാണ് എന്ന് ഈ മേസ്തിരിമാർ പറഞ്ഞു. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് ഓരോരുത്തരും മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കുകയാണ്, അവരവരുടെ തെറ്റല്ല എന്ന രീതിയിൽ മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. "Well, architect," said his majesty, "I do ordain that you shall be hanged." Said the architect, "O king, you have forgotten one small thing. You made certain amendments to the plans when I showed them to you." The king heard this. The king saw red. In fact, he nearly lost his head. But being a just and placid king, he said, "This is a tricky thing. I need some counsel. Bring to me the wisest man in this country." അങ്ങനെ കിങ് ആർക്കിടെക്റ്റിൻ്റെ ഫോൾട്ടാണെന്ന് കാണുമ്പം ആർക്കിടെക്റ്റിനെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തു. അപ്പോൾ തന്നെ ഈ ആർക്കിടെക്റ്റ് പറയുന്നുണ്ട്, ഇത് എൻ്റെ അല്ലല്ലോ, ഈ ഞാൻ കാണിച്ചപ്പോൾ കുറച്ച് അമെൻമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചെറിയ ചേഞ്ച് അല്ലെങ്കിൽ അഡീഷണലായിട്ട് എന്തെങ്കിലും ഡിസൈനൊക്കെ കിങ് തന്നെയാണ് എന്നോട് പറഞ്ഞത് എന്നാണ് പറയുന്നത്. ഈ ആർക്കിടെക്റ്റ് അപ്പം കിങ്ങിൻ്റെ മേലിലേക്കാണ് ഈ ഫോൾട്ട് അല്ലെങ്കിൽ ഈ ആർക്ക് പണിതതിൻ്റെ ഫോൾട്ടിനെ പറ്റി കുറ്റം ചുമത്തുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കിങ്ങിന് വളരെയധികം ദേഷ്യമായി. സോ റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കെയിം ആംഗ്രി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാജാവിന് ഭയങ്കര ദേഷ്യമായി. ഇത്രയും കാം ആൻഡ് ക്വയറ്റായ രാജാവ് വളരെയധികം ദേഷ്യത്തോടെ തന്നെ നിന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഏറ്റവും നല്ലൊരു കൗൺസിലിനെ വേണം, ഒന്ന് എനിക്ക് കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ബെസ്റ്റ് കൗൺസിലിനെ ആരെങ്കിലും ഒന്ന് റെഡിയാക്കി ഇപ്പം തന്നെ തരണം, ഈ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ എനിക്ക് മാറ്റണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൗൺസിലിനെ അന്വേഷിക്കുന്നുണ്ട്. കൗൺസിൽ എങ്ങനെയുള്ളവരായിരിക്കണം എന്നാണ് പറയുന്നത്? ദ വൈസസ്റ്റ് പേഴ്സൺ അലൈവ്, ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വൈസ് ആയിട്ടുള്ള ഒരാളിനെ വേണം എനിക്ക് കൗൺസിലിന് കൊണ്ടുവരാനെന്നും രാജാവ് പറയുന്നുണ്ട്. The wisest man was found and brought, nay, carried to the royal court. He could not walk and could not see, so old, and therefore wise was he, but in a quavering voice he said, "The culprit must be punished. Truly the ark, it was the banked, the crown off, and it must be hanged." ഇവിടെ നമ്മുടെ ഒരു വേർഡ് കാണുന്നുണ്ട്, ക്വാവറിങ് എന്ന്. അത് ഒരാളുടെ ശബ്ദത്തിനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഒരു നെർവസ് സിറ്റുവേഷൻ നമുക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇമോഷൻ വരുമ്പോൾ നമ്മുടെ വോയിസ് ഷെയ്ക്ക് ചെയ്യും. ആ ഒരു അവസ്ഥേനാണ് ക്വാവറിങ് എന്ന് പറയുന്നത്.
അങ്ങനെ രാജാവ് പറഞ്ഞതനുസരിച്ച് ഒരു വയസ്സായിട്ടുള്ള ഒരു കൗൺസിൽ എത്തുകയാണ്. പക്ഷേ റോയൽ കോർട്ടിലേക്ക് എത്തണമെങ്കിൽ അദ്ദേഹത്തിനെ ക്യാരി ചെയ്തുകൊണ്ട് വേണമായിരുന്നു പോകാൻ. കാരണം അദ്ദേഹം അത്രയും പ്രായം ചെന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന് കാണാൻ കഴിയില്ല, അതുപോലെ തന്നെ നടക്കാനും കഴിയില്ല. ഈ ഒരു ഏജ് വെച്ചിട്ട് അദ്ദേഹത്തിനെ റോയൽ കോർട്ടിലേക്കാണ് എടുത്തുകൊണ്ട് വേണമായിരുന്നു പോകാൻ. അങ്ങനെ ഈ കൗൺസിൽ ഫൈനലി പറയുന്നുണ്ട്, ഷെയ്ക്കി വോയിസിൽ തന്നെ പറയുകയാണ്, ഇതാരുടെയാണോ ഈ ഫോൾട്ട് ഇങ്ങനെ സംഭവിച്ചത്, രാജാവിൻ്റെ കിരീടം താഴെ വീഴുവാൻ അവസ്ഥയുണ്ടാക്കിയത് ആരാണോ ആ ആളിനെ ഉറപ്പായും കെട്ടിത്തൂക്കണം എന്നാണ് ഈ കൗൺസിലർ പറയുന്നത്. To this scaffold the ark was led, when suddenly a councillor said, "How can we hang so shamefully? What touched your head, your majesty?" "True," mused the king. By now the crowd, restless, was muttering aloud. The king perceived their mood and trembled and said to all who were assembled, "Let us postpone consideration of finer points like guilt. The nation wants a hanging. Hanged must be someone, and that immediately." അങ്ങനെ ഈ വൈസ്മാൻ്റെ ഒപ്പീനിയൻ അനുസരിച്ച് ഈ ആർക്ക് പബ്ലിക് എക്സിക്യൂഷന് വേണ്ടിയിട്ട് എടുത്തപ്പോൾ ഒരു മിനിസ്റ്റർ, റോയൽ കോർട്ടിലെ ഒരു മിനിസ്റ്റർ പെട്ടെന്ന് ഒരു ഒബ്ജെക്ഷൻ പറഞ്ഞു. രാജാവിൻ്റെ തല ഇടിക്കാൻ കാരണമായ ഈ ആർക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്ഗ്രേസ്ഫുൾ ആയിട്ടുള്ള കാര്യമായി മാറും. അത് കേട്ടപ്പോൾ രാജാവിനും അത് കുറച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ടൊക്കെ തോന്നി. ഈ കാമൻ ക്വയറ്റായ കിങ്ങിന് അവിടുത്തെയുള്ള ആൾക്കാരുടെ ടെമ്പർ മനസ്സിലായി. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഈ നേഷനിൽ അതാരായാലും, ഒരു ഗിൽറ്റി ആയിട്ടുള്ള ഒരാളായാലും ഉടനെ തന്നെ ഹാങ് ചെയ്യണം, ഡിലേ ഒന്നും വരുത്താതെ ഒരാളെ ഹാങ് ചെയ്യണമെന്നുള്ളത് നിർബന്ധമായ കാര്യമായിരിക്കുന്നു എന്ന് കിങ് ഇപ്പോൾ പറയുകയാണ്. The noose was set up somewhat high. Each man was measured by and by, but only one man was so tall he fitted one man. That was all. He was the king. His majesty was therefore hanged by royal decree. അപ്പം ഏതൊരു പാവപ്പെട്ട ഒരാളാണെങ്കിലും ആരെ വേണമെങ്കിലും ഒരാളെ ഉടനെ തന്നെ തൂക്കിക്കൊല്ലണം എന്നുള്ളൊരു ഓർഡറിലേക്ക് എത്തിയപ്പോൾ അവർ കൊല്ലുവാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരുന്നപ്പം ഹൈറ്റ് എടുക്കുന്നത് നിർബന്ധമായിരുന്നു. എല്ലാവരുടെയും ഹൈറ്റ് എടുത്ത് വന്നപ്പോൾ അവിടെ ഫിറ്റ് ചെയ്യുന്നത് ഒരേ ഒരാളുടെ ഹൈറ്റ് മാത്രമായിരുന്നു. വളരെ നീളമുള്ള ഈ രാജാവിൻ്റെ തന്നെ ഹൈറ്റാണ് അവിടെ ഫിറ്റായിട്ടിരുന്നത്. അങ്ങനെ രാജാവിനെ അവിടെ ഹാങ് ചെയ്യുകയാണ് ചെയ്തത്. "Thank goodness we found someone," said the ministers, "for if instead we had not, the unruly town might well have turned against the crown. Long live the king," the ministers said. "Long live the king. The king is dead." അങ്ങനെ രാജാവിനെ തൂക്കിലേറ്റിയപ്പോൾ ഈ മിനിസ്റ്റേഴ്സിനൊക്കെ ഒരു റിലീഫ് തോന്നി. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആർക്ക് മോശമായി ഉണ്ടാക്കിയ ഒരാളെ തൂക്കിലേറ്റിയപ്പോൾ അവർക്ക് ഒരു ആശ്വാസം തോന്നി. ഈ മിനിസ്റ്റേഴ്സൊക്കെ പേടിക്കും. കാരണം ഇവർ തൂക്കിലേറ്റുവാൻ ഒരാളെ കണ്ടില്ലായിരുന്നെങ്കിൽ ഈ ഡിസോർഡറായിട്ടുള്ള ഒരു ക്രൗഡ് ക്വസ്റ്റ്യൻ ചെയ്യുമായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ലോങ് ലിവ് ദ കിങ്, രാജാവിന് ദീർഘായുസ് വരട്ടെ എന്നുള്ളൊരു രീതിയിൽ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് അയറിനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവ് ഇപ്പോൾ ജീവനോടില്ല എന്നതാണ്. They pondered the dilemma then, being practical-minded men, sent out the heralds to proclaim, in his former majesty's name, the next to pass the city gate will choose the ruler of our state. As is our custom, this will be enforced with due ceremony. അവരാദ്യം തന്നെ ഈ മിനിസ്റ്റേഴ്സിന് എങ്ങനെ ഒരു കിങ്ങിനെ ചൂസ് ചെയ്യണം എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. എന്നിട്ട് അവരുടെ ഒഫീഷ്യൽ മെസ്സഞ്ചേഴ്സിനെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞു, ആരാണോ ഈ സിറ്റി ഗേറ്റ് അടുത്തത് പാസ് ചെയ്യുന്നത് ആ ആളിനെ ഇവിടുത്തെ കിങ് ആക്കും എന്നുള്ളൊരു റൂള് പറയുവാൻ വേണ്ടിയിട്ട് അവരുടെയൊക്കെ ഒഫീഷ്യൽ മെസ്സഞ്ചേഴ്സിനെ പുറത്തേക്ക് അയച്ചു. എല്ലാവിധ സെറിമണിയും കസ്റ്റമോടെ തന്നെയായിരിക്കും ആരാണോ പാസ് ചെയ്യുന്ന ആ ആൾക്ക് കിങ് എന്നുള്ളൊരു പദവി കൊടുക്കുന്നതും എന്ന് അവർ പറയുന്നുണ്ട്. A man passed by the city gate
an idiot. The guards cried, "Wait, who is to be the king? Decide, a melon." The idiot replied. This was his standard answer to all questions. He liked melons. "You are now our king," the ministers said, crowning a melon. Then they carried the melon to the throne and reverently set it down. അങ്ങനെ ഒരാൾ ആ സിറ്റി ഗേറ്റിൻ്റെ മുമ്പിലൂടെ പാസ് ചെയ്തു, ഒരു ഇഡിയറ്റ് ആയിട്ടുള്ള ഒരാൾ. ഗാർഡ്സ് പെട്ടെന്ന് അദ്ദേഹത്തിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് പറഞ്ഞു, കിങ്ങിന് ഒരു പേര് പറയാൻ പറഞ്ഞു, എന്തായിരിക്കും പേരിടേണ്ടത്. അപ്പോൾ ആ ഇഡിയറ്റ് പറഞ്ഞു, മെലൺ. മെലൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തണ്ണീർമത്തൻ തന്നെയാണ് മെലൺ എന്ന് പറയുന്നത്. ആ ഇഡിയറ്റ് കൊടുക്കുന്ന ഏതൊരു ഉത്തരത്തിനും മെലൺ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉത്തരം. കാരണം അദ്ദേഹത്തിന് മെലൺസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ അവർ മെലൺ എന്ന് വിളിക്കുകയും ആ ആളിനെ ക്രൗൺ ഇടിപ്പിക്കുകയും ചെയ്തു. അവിടുത്തെ കിങ്ങായിട്ട് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. This happened years and years ago. When now you ask the people, so your king appears to be a melon. How did this happen? They say, well, on account of customary choice. If His Majesty rejoice in being a melon, that's okay with us. For who are we to say what he should be as long as he lives, as in peace and liberty, the principles of laissez-faire. ഇവിടെ പറയുന്നത് കുറേ നാൾ മുമ്പ് അങ്ങനെ ഈ മെലൺ രാജാവായിട്ട് പ്രഖ്യാപിച്ചു എന്നതാണ്. ഇപ്പോൾ ആരെങ്കിലും അങ്ങനെ ചോദിക്കുവാണെങ്കിൽ, എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിക്കുവാണെങ്കിൽ, അവിടെയുള്ളവർക്ക് പറയാനുള്ള ഒരേ ഒരു ഉത്തരം അതൊരു കസ്റ്റമറി ചോയ്സ് ആയിരുന്നു എന്നതാണ്. അതിനർത്ഥം അവരുടെ റെഗുലേഷൻസ് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഒന്നും മുമ്പോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ അത് ആ റൂൾസ് തുടർന്ന് പോകുവാനായിട്ട് അവർ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയും. ഇപ്പോൾ അവർ കൂടുതൽ ഹാപ്പിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന ആൾക്കാർ ഇപ്പം വളരെ പീസ്ഫുള്ളായിട്ടും അവരുടെ സ്വാതന്ത്ര്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുമുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ കിങ്ങിൻ്റെ ഒരു ഇൻ്റർഫറൻസും ഇവിടെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയം ഇവിടെ തീർന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഈ പോയം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.